ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ. Okay, so I was like watching Netflix. I was like, I don't care, whatever. It's India, you know. Edelo eppudu ella sound undu varnonde. I'm like, it's okay. Then I was looking around and I saw this thing, okay, like this black. What is it? A black shadow. ശരിക്കും നിങ്ങൾക്ക് ഈ പാരാനോർമൽ ആക്ടിവിറ്റീസിലൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? For sure. ഞാൻ എൻ്റെ മമ്മയും എൻ്റെ ഗ്രാൻഡ് കുറെ കണ്ടിട്ടുണ്ട്. സോ ഞാൻ കുഞ്ഞില് തൊട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. I was not told before the reality time. Sir later me Malayalam എന്താ പറഞ്ഞ എടാ ഷോർട്ടില് പറയുന്നില്ലേ മാവേഡ് പറഞ്ഞോ, നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചോളാം. അതെ, അവിടെ തക്കാളി വീണോണ്ടിരിക്കുക. കൂട്ടം തെറ്റി മാറാതെ റൂട്ടിൽ ഞെട്ടി നിൽക്കാതെ ഓട്ടം വെച്ച് പാസാക്ക് ബ്രോസ്കി പെട്ടുപോയാൽ ചോരയും നീറുമൂറ്റും ഈ കോസ്റ്റുകൾ പോസ്റ്റുമോ ബാക്കി വെക്കില്ല ബോഡി. സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് മെറിൻ, ഗ്രീഷ്മ ആൻഡ് ആര്യൻ. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. വടക്കനാണ് ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം. തിയേറ്ററിൽ ഇപ്പം വളരെ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്യാരക്ടേഴ്സിനൊക്കെ കിട്ടുന്ന റെസ്പോൺസ്? ഇത് ആക്ച്വലി എൻ്റെ ആദ്യത്തെ മൂവിയാണ്. സോ ഞാനാണെങ്കിൽ ക്യാരക്ടർ ചെയ്യുന്ന സമയത്തും എനിക്ക് സജീത് സാർ എന്നോട് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പം തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി ഫെമിലിയർ ആയിട്ട് തോന്നിയായിരുന്നു. കാരണം എൻ്റെ ക്യാരക്ടർ ആക്ച്വലി പുറത്തുനിന്ന് വരുന്ന ഒരു പെണ്ണായിരുന്നു. പിന്നെ ഞാൻ ഈയിടെയായിട്ട് എനിക്ക് ഇന്നും കുറേ മെസ്സേജസും കിട്ടി നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് യാ, ഇറ്റ്സ് വെരി ഹാപ്പി. ക്യാരക്ടർ റെസ്പോൺസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അധികം ക്യാരക്ടറിലോട്ട് പോയിട്ടില്ല, ഞാൻ തന്നെയാണ് അഭിനയിച്ചത്. സോ ഐ മീൻ ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് മീ ഇൻ ദ മൂവി. അങ്ങനെ ശംഭു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ക്യാരക്ടറിൻ്റെ പേര് ശംഭുവാണ്. ബട്ട് ഐ ഫീൽ ഓഡിഷൻ ടൈം ഫോർ ഓഡിഷൻ ഓൾസോ ഐ തിങ്ക് അങ്ങനെ സാർ അങ്ങനെ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ അങ്ങനെ അധികം സ്പേസ് അധികം ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഞങ്ങൾ തന്നെ ലിവ് ചെയ്തിട്ടുണ്ട് ബേസിക്കലി. ഐ ഫീൽ ഇറ്റ്സ് ഗുഡ്. ഞങ്ങൾ 2023-ലല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ ആ ഒരു കരിയറിന്റെ ഒരു തിരിച്ച് വീണ്ടും കൊറോണയ്ക്കൊക്കെ ശേഷം വന്നതിന് ശേഷം ഞാൻ ചെയ്യണ പടമായിരുന്നു വടക്ക് എന്ന് പറയുമ്പോൾ. ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ ഐ ഗെസ് കിഷോർ സാറിന്റെ കൂടെ ഉള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ. ആൻഡ് ആസ് യൂഷ്വൽ വേണ്ട ട്വിസ്റ്റ് ഇപ്പോഴേ പൊളിക്കണം ചെറിയൊരു ട്വിസ്റ്റ് ഒക്കെ പറയാം, ഫുള്ളായിട്ട് പറയാതിരുന്നാൽ മതി. ആ ട്വിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കഥാപാത്രത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സോ കിഷോർ സാറിന്റെ കൂടെ തന്നെ ഉള്ള ക്യാരക്ടറാണ് എന്നാന്ന് പറഞ്ഞത്. ഞങ്ങൾ ഫിൻലൻഡിൽ നിന്ന് പാരനോർമൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് വരുന്ന 2 പേരാണ്. സോ ഇറ്റ് ഈസ് നൈസ്. ഇപ്പം മെറിൻ ഇവിടെ ഓൾറെഡി സിനിമയൊക്കെ ചെയ്ത് മലയാളത്തിൽ തന്നെ ഉള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പം മലയാളത്തിൽ ന്യൂ ആണ് ഒരു പാരാനോർമൽ ആക്ടിവിറ്റീസ് പറയുന്ന ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ത്രെഡ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു തോന്നിയത്? എനിക്ക് ആക്ച്വലി ഓഡിഷൻ വഴിയാണ് ഈ മൂവി വരുന്നത്. ഉണ്ണിയാർ സാറിന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നാണ് ഞാൻ സ്ക്രിപ്റ്റൊക്കെ കേൾക്കുന്നതായിരുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ അവരൊരു എക്സ്പെരിമെന്റ് ട്രൈ ചെയ്യാൻ പോവാണ് ഇൻഡസ്ട്രിയിൽ. റസൂൽ പൂക്കുട്ടി സാർ, ബിജി പോൾ സാർ, ഇവരുടെയൊക്കെ പേരുകൾ ആദ്യം എനിക്ക് അറിയായിരുന്നു. ആൻഡ് മേരി കോമിന്റെ ഒക്കെ DOP ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ നമുക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാനും. ഞാൻ ആ പ്രീമിയർ കഴിഞ്ഞപ്പോഴാണ് ഐ സോ ദ കംപ്ലീറ്റ് മൂവി. അപ്പോൾ അതുവരെ ഈവൻ ഐ ഹാഡ് നോ ഐഡിയ എൻ്റെ ക്യാരക്ടർ കിഷോർ സാറിൻ്റെ കൂടെ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് മെറിൻ എന്ന് പറഞ്ഞതല്ലാണ്ട് ഇതിനിടയ്ക്കൊക്കെ എന്തൊക്കെ സംഭവിക്കും, എന്ന് വെച്ചാൽ ഇവരെങ്ങനെ അടുത്ത് കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ ഐ ഡിഡ് നോട്ട് ഹാവ്. അതർ ദാൻ ഐ ന്യൂ ദി സ്ക്രിപ്റ്റ്. അപ്പോൾ വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ അഗൈൻ? ഐ ആം സോ സോറി. ഫസ്റ്റ് ഈ ത്രെഡ് കേട്ടപ്പം തോന്നിയൊരു ഇംപ്രഷൻ? ത്രെഡ് കേട്ടപ്പോൾ ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മാത്രം പൊസിസ്റ്റ് ആവണം. പിന്നെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു ഫിൻലൻഡ് പോയി. വടക്കൻ്റെ എന്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഐ ഹാഡ് ഇന്റർനാഷണൽ. അങ്ങനെ അത് സാധിച്ചു കിട്ടി. ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നാണോ? അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് വന്നത്. ഞങ്ങൾ പോണ സമയത്ത് ഇറ്റ് വാസ് സ്നോയിങ് ദേർ.
ഇങ്ങനെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് ഒരു സ്ഥലത്തോട്ട് ഇറക്കി വിടുമ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കത്തില്ലേ, ഫുൾ എന്തോടെ പറയുന്നതിന് ഒരു റഷ് വരുമ്പോ നമുക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഒരുമിച്ച്. That's when we met Verum for the first time and Grishma as well. ആ വർക്ക്ഷോപ്പിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വന്നു. Different I think mindsets together came to ഒന്നാക്കി എല്ലാവരും. So it was good, I feel. നല്ലൊരു ബോണ്ടിങ് ടൈം ആയിരുന്നു ആ വർക്ക്ഷോപ്പ്. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന ക്യാരക്ടേഴ്സ് കൂടെ ആണല്ലോ. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈക്ക് ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് ആയിട്ട് കുറച്ചുകൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും കൂടെയാണ്. ശരിക്കും ഞാൻ ഈ ഒരുപാട് കേട്ടില്ല, നമ്മൾ ഈ ഹൊറർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസ് ചെയ്യുമ്പോഴത്തേക്കിന് റിയൽ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിരുന്നു? എനിക്കാണെങ്കിൽ എനിക്കറിയത്തില്ല, ചിലപ്പോൾ എനിക്ക് എൻ്റെ ക്ലംസി ആയിരിക്കും, ഞാൻ ക്ലംസി ആയിക്കൊണ്ടായിരിക്കും. പക്ഷേ ഐ റിമെമ്പർ ഞാനാണെങ്കിൽ എൻ്റെ വാനിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടായിരുന്നു. ഓക്കെ, സോ ആ ദിവസം തന്നെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഷോർട്സും ഉള്ളത്, റണ്ണിങ് ആൻഡ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. എൻ്റെ തലയിൽ എല്ലാവരും കയറ്റി വെച്ചേക്കോ ചിലപ്പോൾ അതുകൊണ്ടായിരുന്നു. ഞാൻ അന്നേരം വാനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടില്ല. ആ കുഴിയിലേക്ക് ഞാൻ കാലാണെങ്കിൽ ഫുൾ ഞാൻ വാനിറ്റിയിൽ നിന്ന് വീണ് ഞാൻ നേരത്തേക്ക്. സോ അന്നേരം തന്നെ എൻ്റെ കാല് സത്യം പറഞ്ഞാൽ ഇത്രയും വലുതായിട്ടായിരുന്നു അന്നിരുന്നത് തന്നെ. സോ അതാണെങ്കിൽ ആദ്യത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ആണെങ്കിൽ അന്നാണ് സോ എൻ്റെ കാല് ഇത്രയും സ്വോളൻ ആയിരുന്നു, റെഡും ബ്ലൂവും കളറായിരുന്നു ആക്ച്വലി. അന്നേരം എന്നെ ഓർക്കുന്നുണ്ട്, അന്ന് ഉണ്ണിയാർ സാറാണ് വന്ന് എനിക്ക് മെഡിസിൻ എല്ലാം കൊണ്ട് തന്നതും. പിന്നെ എല്ലാവരും സജീവ് സാർ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. എവ്രി വൺ വാസ് ലൈക്ക് ഹെൽപ്പിംഗ് മീ ഔട്ട്. ആൻഡ് ആ ദിവസം തന്നെ എനിക്ക് ഏറ്റവും സ്റ്റെയർസ് കയറേണ്ട സീനും ഓടേണ്ട സീനും എല്ലാം എല്ലാ സീൻസും ഉണ്ടായിരുന്നു. പേടിക്കാനൊന്നും പക്ഷെ ലൈറ്റ് ഇല്ല ആക്ച്വലി. നമ്മുടെ കാരവാനിൽ നിന്ന് നമ്മുടെ ഷൂട്ട് ലൊക്കേഷൻ വരെ ഒരു 5 മിനിറ്റ് വാക്ക് ഉണ്ട്. ലൈറ്റ് ഒന്നുമില്ല, ഒരു സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. അപ്പൊ മെറിനൊക്കെ വാഷ്റൂം പോകുമ്പോ കൂടെ ആ ബംഗ്ലാവ് ഒരറ്റത്തും അവിടെ ഫുള്ള് ക്യാമറാസ് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സറൗണ്ടിങ്ങിലെല്ലാം. അപ്പം തൊട്ടടുത്തൊന്നും നമ്മുടെ വണ്ടികളോ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പല ഭാഗങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല ഇത്രമാത്രം ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞു. ഈ ക്യാമറാസ് മൊത്തം വീഡിയോണ്ടെന്ന് പറഞ്ഞാൽ വെരി ഡിഫറെന്റ് മേക്ക്. നോർമൽ നമ്മൾ ഒരു ഫ്രെയിം വെച്ചിട്ട് എല്ലാം ബാക്കിലെല്ലാം ആർട്ട് വെച്ചിട്ട് നോർമലി ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് ഇൻ മൂവീസ്. നോ, ഐ തിങ്ക് ദിസ് വൺ നമുക്ക് അറിയില്ല. ക്യാമറ നമ്മൾ എൻറ്റർ ചെയ്യുന്നു, നമുക്കറിയില്ല ഏത് എക്സ്പ്രഷൻ എവിടെ കൊടുക്കണ്ടേ. യു ഗോട്ട് ദ പോയിന്റ്. സോ ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ എൻ ആക്ടർ ടു കം ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മൈൻഡിലുണ്ടാവും ഇത് പെർഫോം ചെയ്യണം അത് പെർഫോം ചെയ്യണം. പക്ഷെ ഞാൻ 80% പെർഫോം ചെയ്തൊന്നും കാണുന്നില്ല. ചിലപ്പോൾ ഞാൻ ഇവിടെ പെർഫോം ചെയ്യും, പക്ഷെ ആ ക്യാമറ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. either of us, So I feel that was a big task for all the actors to perform in that our reality setup. നമ്മുടെ പാരനോർമൽ ആക്ടിവിറ്റികളൊക്കെ അങ്ങനെ പോലത്തെ ഒരു അങ്ങനെ സെയിം അല്ല, പക്ഷെ അങ്ങനെ പോലത്തെ ഒരു സ്റ്റൈലിലാണ്. ലൈക്ക് ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്, വി ആർ ആക്ടിങ് കട്ടും പറയാനുള്ള വി ഡോണ്ട് നോ വെൻ ടു സ്റ്റോപ്പ് വെൻ ടു സ്റ്റാർട്ട്. സോ ഇത് എല്ലാം വർക്ക്ഷോപ്പ് നമുക്ക് ക്ലിയർ ആക്കിയിരുന്നു. പക്ഷെ still I felt it was a challenging thing for all the actors. For me it was for sure. ഈ കട്ട് പറയാണ്ട് എങ്ങനെയായിരുന്നു അത് കണ്ടിന്യൂ ചെയ്ത് ആക്ട് ചെയ്തത്? ഒരു 3 to 4 മിനിറ്റ്സിന്റെ ഡ്രാമ. ബേസിക്കലി സർ ടെൽസ് us like dialogue ഇങ്ങനെ ആയിരിക്കും. പക്ഷേ we have to just construct it. Come in the house, search, എന്താ ചെയ്യണ്ടേ ഒന്നും കാണുന്നില്ല, ക്യാമറ നോക്കുന്നു, ക്യാമറ എന്താ, അല്ല small reactions we know about it. അത് കൺസ്ട്രക്ട് ചെയ്തിട്ട് മൊത്തം then ലാസ്റ്റിൽ നമ്മൾ എന്തായാലും അറിയുള്ളൂ ഇത് ഇത്രേ ഉള്ളൂ, like this scene is cut because you leave that place. കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സ് അഭിനയിക്കുന്നത് നിർത്തുമല്ലോ. അവർക്ക് ചിലപ്പോൾ കൂടുതൽ ഔട്ട് വേണമായിരിക്കും. അത് കിട്ടി കഴിയുമ്പോഴേ സാറ് കട്ട് പറയത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് സർപ്രൈസ്ഡ് ആയോ? ഇത് ശരിക്കും ഇന്റൻഷനലി കയ്യിൽ നിന്നിട്ട് എക്സ്പ്രഷൻ അല്ല, ബട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പം ആ ഒരു സാധനം എടുത്തിട്ടുണ്ടോ എന്നുള്ള എന്തെങ്കിലും വന്നോ? കുറച്ച് നാച്ചുറൽ, ഐ തോട്ട് ഇറ്റ് വാസ് നാച്ചുറൽ. പക്ഷേ നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് പോയിക്കൊണ്ടിരിക്കും ഫിലിം ഷൂട്ടിംഗ് അല്ലേ. അപ്പൊ എവിടെയോ നമ്മൾ കോൺഷ്യസ് ആണ്, പക്ഷെ കോൺഷ്യസ് അല്ല. ഞാൻ നമ്മുടെ സാറുമായിട്ടുള്ള ഒരു ഷോട്ടില് മറ്റേ തെറി വിളിക്കുന്ന ഡയലോഗ്സ് ഉണ്ട് രണ്ടെണ്ണം. അപ്പൊ ഐ ഗെസ് ഐ വാസ് നോട്ട് ടോൾഡ് ബിഫോർ തെറിയായിരിക്കും ഡയലോഗ് എന്നുള്ളത്. ആൻഡ് കിഷോർ സർ നെയ്തർ ന്യൂ മലയാളം എടാ ഷോട്ടില് പറയുന്നില്ലേ ദ മാവേർഡ് പറഞ്ഞോ, നമ്മൾ മ്യൂട്ട് ചെയ്ത് വെച്ചോളാം. അത് ഞാൻ ഇന്റൻഷനലി കൊടുത്ത അഭിനയമല്ല, ശരിക്കും കണ്ടിട്ട് ഉള്ളിന്ന് വന്നതാണ് ശരിക്കും.
അത് ഇല്ലല്ലോ സാറേ, സ്ക്രിപ്റ്റിൽ ഉണ്ടായില്ലല്ലോ. അല്ല, ആ മൊമെന്റിൽ ഒന്ന് എക്സ്പ്രഷൻ മാറിക്കഴിഞ്ഞാൽ അവിടെ പോകേണ്ട വന്നേനല്ലേ? ഇല്ല, അങ്ങനെ ചിലപ്പോ ആ ഒരു സർപ്രൈസ് തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽ. എനിക്ക് കണ്ടപ്പം ഓക്കെ, ആ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ഫീൽ ചെയ്തത്. ഐ ഫെൽറ്റ് ഗുഡ്, ഓക്കെ ആയിരുന്നു. ചിലപ്പോ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഓൾറെഡി ഞാൻ മറ്റേ പ്രതീക്ഷ നിൽക്കുന്ന പോലത്തെ ഒരു Yes, which is good. In a way, ഒരു പുതിയ എക്സ്പെരിമെന്റൽ സാധനമായാലും കൊള്ളാം. വെറൈറ്റി ആണ്. എല്ലാം അടുത്ത് നമുക്ക് ഡയലോഗ്സ് പഠിക്കുക, പോവാ, ചെയ്യുക. ഇതൊരു ഐ ഫെൽറ്റ് നമ്മൾ ജസ്റ്റ് ലിവ് ചെയ്യുക, ജസ്റ്റ് ലിവ് ദ ക്യാരക്ടർ, യു നോ, ജസ്റ്റ് ഡു വാട്ട് യു ഫീൽ ലൈക്ക്. ഷൂട്ടിലും റിയാലിറ്റി ഷോ പോലെ തന്നെയായിരുന്നു. നൈദർ ഓഫ് ദം ന്യൂ എവിടേക്കാണ് പരിപാടി. എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ്. കിഷോർ സാറിന്റെ കൂടെ കൂടുതലും സീൻസ് ഉണ്ടായിരുന്നത് മെറിനായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ കൂടെ ഉള്ള ത്രൂ ഔട്ട് എക്സ്പീരിയൻസ്? ഹീസ് എ ജെന്റിൽമാൻ. എനിക്കൊന്നും പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് നമ്മുടെ ബണ്ണിയാണ് ഹാപ്പി, അല്ലു അർജുന്റെ ഒരു സിനിമയിൽ വില്ലനായിട്ട് വരുന്ന പോലീസ് ഓഫീസറായിട്ട്. അപ്പൊ അവനെ വില്ലനായിട്ടൊക്കെ കണ്ട ആദ്യത്തെ ദിവസം വരുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടും കുറച്ചേ സംസാരിക്കൂ, ഭയങ്കര ജെന്റിലായിട്ടേ മിണ്ടുള്ളൂ, വെരി ഡൗൺ ടു എർത്ത് മാൻ. ഞങ്ങള് ഫിൻലൻഡിലൊക്കെ പോയപ്പോ ഇറ്റ് വാസ് അടിപൊളിയായിരുന്നു സാറിന്റെ കൂടെ. ഞങ്ങൾ ആകെ 3 പേരെ പോയിന്ന് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ, കിഷോർ സർ, ഡയറക്ടർ സജിത് സർ, പിന്നെ ബാക്കി അവിടെ ചെന്നിട്ട് അവിടുത്തെ ടെക്നീഷ്യൻസ് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം. സാറിന്റെ കൂടെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പ്ലേറ്റ് നിറച്ച സാധനം നോക്കി ഞങ്ങൾ 2 പേരും പോയി ബ്രഹ്മഗിരി കുട്ടിക്കാലം അവിടെ നിറച്ച് ഇഡ്ഡലി ഒരുപാട് ഇഡ്ഡലി കഴിക്കാൻ പറ്റില്ല. ഒരുപാട് ചട്നി എല്ലാം ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ വാഷ്റൂമിൽ പോകാൻ വേണ്ടിട്ട് സാറിന്റെ എന്റെ ബാഗ് കൊടുത്തിട്ട് ഞാൻ വാഷ്റൂമിൽ പോയി. തിരിച്ചിറങ്ങിയപ്പോ സംവിധായകനെ കാണാനില്ല, കിഷോർ സാറിനെ കാണാനില്ല. സോ ഐ തോട്ട് ദേ ലെഫ്റ്റ്. ഞാൻ എന്നിട്ട് ഓടി. ഞാൻ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോ സജിത് സാറിനെ കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു ഇവർ അനൗൺസ് ചെയ്യാൻ തുടങ്ങി, മിസ്റ്റർ കിഷോർ കുമാർ പ്ലീസ് യു ഷുഡ് കം ടു ദ ഫ്ലൈറ്റ്. അപ്പോഴും ഞാൻ ഓ മൈ ഗോഡ്, we were eating small tomatoes ഇല്ലേ, കുഞ്ഞു തക്കാളി. എനിക്കൊരു കുഞ്ഞു തക്കാളി ഒരു കടി അടിച്ചപ്പോഴത്തേക്ക് കിഷോർ സർ വാസ് ഈറ്റിംഗ് ലൈക്ക് ദിസ്. ഏരിയതെല്ലാം ഇവിടെ പോയി തലയിൽ സാറ് മേലോട്ട് നോക്കിയിട്ട് സംതിങ് ഈസ് ഞങ്ങൾ എന്തൊക്കെ വിചാരിച്ചു, പേരിനോട് കഷ്ടം. അതെ, അവിടെ തക്കാളി വീണോണ്ടിരിക്കുക. രണ്ടാമത്തെ ദിവസം മുതൽ സജിത് സാർ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് മാറി നിൽക്കും. കാരണം ഞങ്ങൾ ആ ബൊഫയിലുള്ള എല്ലാ ഐറ്റംസും നിങ്ങളുടെ അടുത്ത് വന്നപ്പോ അങ്ങനെ ഉണ്ടായിരുന്നോ? ഫിൻലൻഡിൽ പോകാൻ പറ്റാത്തതിന് ദേഷ്യം ഉണ്ടോ? ഇപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ചു ഷൂട്ടിങ്. സോ ഗ്രീഷ്മ, ഇപ്പൊ മലയാളം സിനിമയില് ഫസ്റ്റ് മൂവി എങ്ങനെയുണ്ട്? ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ്, അതും വടക്കൻ പോലെ ഒരു പാരാനോർമൽ ഒരു സ്റ്റോറി പറയുന്ന ഒരു സിനിമ, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സോ ആക്ച്വലി ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഒരു ഫിലിമിൽ ആക്ട് ചെയ്യാനും. പിന്നെ പാട്ടും എനിക്ക് like I got a wait, like I got the privilege to sing a song with MC Cooper and Bijipal as well. And ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ബോംബെയിലായിരുന്നു ആ സമയത്ത്. അന്നേരം എനിക്ക് സ്ലീബ ചേട്ടനാണെങ്കിൽ ഒരു ഓഡിഷൻ അയച്ചു തന്നു. അത് ഞാൻ ഓഡിഷൻ്റെ സ്ക്രിപ്റ്റ് തന്നു. പിന്നെ സജീത് സാറിനെ പോയി കാണാൻ പറഞ്ഞു. അന്നേരം ഞാൻ സജീത് സാറിനെ കണ്ടു, ഓഡിഷനെ പറ്റി പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി അത് റെക്കോർഡ് ചെയ്തു. ആ ദിവസം തന്നെ അയച്ചു കൊടുത്തു. അന്നേരം അടുത്ത ദിവസം തന്നെ എനിക്ക് ആകാശ് എന്ന് പറഞ്ഞ AD ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് ഫിലിം കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് തന്നെ ഇരുന്ന്, എൻ്റെ അമ്മ എൻ്റെ സൈഡിലുണ്ടായിരുന്നു, ഞാനത് കരയുമായിരുന്നു. I was like literally like crying from like tears. I'm not even like joking right now. And then I started writing a lot. I don't know, like I was just like writing like what I can do എന്താ ചെയ്യേണ്ട, എങ്ങനെ ഔട്ട്ഫിറ്റ് ഇടണ്ടേ. സോ അവരെന്നോട് പറഞ്ഞു, എന്നോട് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ my name is Tashu in the movie. So she's also coming from outside of India as well. Like I'm from Switzerland. So എനിക്കാണെങ്കിൽ പെട്ടെന്ന് റിലേറ്റും ചെയ്യാൻ പറ്റിയായിരുന്നു. സോ അന്നേരം അവർ ഔട്ട്ഫിറ്റിനെ പറ്റി പറഞ്ഞപ്പം it was exactly the way I used to dress back at home in Switzerland. So like shorts and like jackets and crop tops and everything. So അത് എനിക്ക് കേട്ടപ്പോൾ തന്നെ I was like, oh thank God, it's a little like nice and I can like, you know, just be myself. And then they told me about the character and everything, and then I was really happy
like I could like do it. And then I talked to Unniyar sir and everything. They told me more about the character. So എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ മൂവി ആയിക്കൊണ്ട് I feel so lucky എനിക്ക് അഭിനയിക്കാനും പാട്ട് പാടാനും പറ്റിയത്. കാരണം ഞാൻ സിംഗർ സോങ് റൈറ്ററുമാണ്. When I heard that I was able to do the song with Bijwal sir, I was like, no way. Is it Satya? Like, is it like surreal? Like, I was pinching myself, you know what I mean? In the premiere, everyone's response, I was seeing everyone's response, and I was just so overwhelmed and like so happy, to be honest. And yeah, actually, and also, in the Aditya movie, I was saying, Aditya Prashan set to Poepan Dana. It genuinely felt like home with Aryan and Merin and everyone else. Meenakshi, Gargi, Kalesh, Siraj, Kishore sir, Shruti ma'am. Everyone was, it just felt like home. And എൻ്റെ അമ്മയും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. So അമ്മ was like really happy. We were eating food, we were joking around, എല്ലാവരുമായിട്ട്, it was just amazing. It genuinely വീട്ടിൽ പോകുന്ന പോലെയായിരുന്നു എനിക്ക് ആക്ച്വലി ഷൂട്ടിൽ സെറ്റിൽ പോകുന്നത്. ആൻഡ് എല്ലാവരും everyone just made it very special for me genuinely, like Keiko ma'am good debut to have, and everything. And to be honest, ഇങ്ങനത്തെ ഒരു ഡെബ്യൂ കിട്ടാൻ തന്നെ I am so thankful to everyone and to God, because it's not something big, it's a huge thing to sing and act. So yeah. Lucky Grishma. Yeah, lucky Grishma. I think this finger means something. നല്ലൊരു എക്സ്പീരിയൻസ് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ബാക്കി എക്സ്പീരിയൻസസ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി Yeah. ഗുഡ്. അപ്പൊ നമുക്ക് ആ പാട്ടിന്റെ പറഞ്ഞോണ്ട് നമുക്ക് പാട്ടും കൂടെ ഒന്ന് കേൾക്കാം. Of course. So ഈ പാട്ടിന്റെ പേര് മയത് റാപ്പ് എന്നാണ്. ഇറ്റ്സ് വിത്ത് MC Cooper and Bijwal. ഞാൻ അവത്തിൽ ഒരു പാർട്ട് പാടാം, മറ്റേത് കൂപ്പർ ഉണ്ടായിരുന്നെങ്കിൽ അവരായിട്ട് പാടായിരുന്നു. Sorry, this one. കൂട്ടം തെറ്റി മാറാതെ റൂട്ടിൽ ഞെട്ടി നിൽക്കാതെ ഓട്ടം വെച്ച് പാസാക്ക് ബ്രോസ്കി. പെട്ടുപോയാൽ ചോരയും നീറുമൂറ്റും ഈ ഗോസ്റ്റുകൾ പോസ്റ്റ്മോർട്ടത്തിന് ബാക്കി വെക്കില്ല ബോഡി. ഫസ്റ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഈ മൂവിയിലാണോ? അപ്പോൾ യെസ്, ഫസ്റ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്യാരക്ടർ ദിസ് മൂവി. ഇറ്റ്സ് ഇൻ ഹിന്ദി ഉണ്ട്, വെബ് സീരീസിലും. പിന്നെ ഒരു വേറെ പടം ആവണി എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ട് അത് ഐ തിങ്ക് മോസ്റ്റ് പ്രോബ്ലി 2-3 months മുമ്പ് ഇറങ്ങും. ഇറ്റ്സ് എ ലവ് സ്റ്റോറി. അതിലും നല്ല സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചു. ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ വടക്കനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലെ ഒരു സീൻ, നിങ്ങളുടെ റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടുള്ള ആ ടോർച്ച് അടിച്ച് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതിൽ ആക്ച്വലി അതിൽ ഡയലോഗ്സിൽ തന്നെ പറയുന്നുണ്ട് അതിൽ ക്യാമറ ഇൻബിൽട്ട് ആണ് എന്നുള്ളത്. പക്ഷെ നമുക്ക് സിനിമ കാണുമ്പം ആ സീൻസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നതും കാണാം. ഇപ്പൊ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നോ അതിൽ ക്യാമറ? നമ്മൾ ആക്ച്വലി നമ്മളോട് പറഞ്ഞു ഇതാണ് ടോർച്ച് മാക്സിമം whatever you're doing, just do it naturally and കുറച്ചൊക്കെ ഫേസിൽ പോകണം ടോർച്ച്, because that is when the cameras can capture. അപ്പോൾ എൻ്റെ മൈൻഡിൽ തന്നെ ക്യാമറ അവിടെ എവിടെ അല്ലെങ്കിൽ ഡ്രോൺ ഷോട്ട് അങ്ങനെ എന്തോ ആയിരിക്കും. അപ്പം നമ്മൾ ടോർച്ച് യൂസ് ചെയ്യുമ്പോൾ നോർമൽ നാച്ചുറലി ഹൗ വി യൂസ് ടോർച്ച്. നമ്മൾ ഫോറസ്റ്റിൽ പോയാൽ യു സി ട്രീ നോക്കും, നമ്മളെ നോക്കും, അങ്ങനെ ഒരു നാച്ചുറൽ ആക്ടിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്തപ്പോൾ പിന്നെ കണ്ടപ്പോൾ സിനിമയിൽ ഇതെല്ലാം വന്നിരിക്കും. ഭാഗ്യമൊന്നും തരുമോ, ഇങ്ങനെയൊന്നും ചെയ്തില്ല, ഇങ്ങനെയൊന്നും ചെയ്തില്ല, കറക്റ്റായി വന്നുവെല്ലാം. കലേഷ് പറയുന്നുണ്ടായിരുന്നു അവര് വീണപ്പം DOP മാം വന്ന് പറഞ്ഞു കലേഷ് വീഴുന്ന സമയത്ത് ടോർച്ച് മുഖത്തോട്ട് അടിച്ച് വേണം വീഴാൻ. ടോർച്ചിനകത്ത് ക്യാമറ ഉണ്ട്, സോ ഫേസ് കാണണമെങ്കിൽ അതിനനുസരിച്ച് വേണം ഫോളോ ചെയ്യാൻ. പിന്നെ ഒന്ന് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ കിട്ടുന്നത്. അപ്പൊ ഞങ്ങളുടെ ഷോട്ട് പോലും പ്രോപ്പർ മറ്റേ ക്ലോസ് ഷോട്ട്, മിഡ് ഷോട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആ റൂമിൽ തന്നെ പല ഏരിയാസിലായിട്ട് ഈ ക്യാമറാസ് വെക്കുക. പിന്നെ എനിക്കൊന്ന് ഒരു 2 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു എപ്പോഴും ഫുൾ ടൈം. ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ ഇത്രയും ക്യാമറാസിൽ നിന്ന്. ഭയങ്കരമായിട്ട് ഇപ്പൊ ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻ വരെ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം അല്ലേ? എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് പല ഷോട്ട് ഒരു ഷോട്ട് തന്നെ നമ്മൾ പല ടൈം പോകുമ്പോൾ ഒരേ കാര്യം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എപ്പോഴാ എവിടെ ഏത് ആംഗിളിലാണ് കിട്ടുന്നത് എന്നൊരു ഐഡിയ ഇല്ലാത്ത. ഐ തിങ്ക് നമ്മുടെ ഡയറക്ടർ സാറ് ലാസ്റ്റിൽ പറഞ്ഞു നിങ്ങളുടെ ഫുട്ടേജ് കുറേ ഉണ്ട്, അത് കട്ട് ചെയ്ത് ഒരു നല്ലൊരു സീൻ വന്നത്.
സോ അതൊരു ഐ തിങ്ക് 5 മണിക്കൂർ 5 മണിക്കൂർ വലിയ സാധനം എടുത്തിട്ട് അത് കട്ട് ചെയ്ത് ബെസ്റ്റ് 3 സാധനങ്ങൾ അവർ ആഡ് ചെയ്തിട്ട് they put in the movie. So അതെന്നെ എക്സ്പീരിയൻസ് ആ മേക്കിൽ ഒരു എക്സ്പീരിയൻസ് ഐ എം വെരി ഹാപ്പി ആക്ച്വലി. ഇങ്ങനെ പോലത്തെ ഒരു വെറൈറ്റി സാധനം ചെയ്യാൻ പറ്റി. നോർമലി നമ്മൾ കാണുന്ന പോലെ സിനിമ അല്ല. As we said, Kerala's first ever paranormal investigation movie. അത് ആക്ച്വലി ആരും ഇവിടെ ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് എ വെരി ലൈക്ക് സോ ഇറ്റ് വാസ് സച്ച് എ പ്രിവിലേജ് ഫോർ ഓൾ ഓഫ് us to work with someone like Russell Pukutti sir and Unniyar sir, Bijibal sir, Sajid R sir, and especially JD Kiko Nakahara and everyone. Naharika, sorry. Kiko Naharika, and yeah, it was just പറഞ്ഞെല്ലാം ഫൈനല്ലായിരുന്നു. ശരിക്കും നിങ്ങൾക്ക് ഈ പാരാനോർമൽ ആക്ടിവിറ്റീസിലൊക്കെ വിശ്വാസമുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? ഫോർ ഷുവർ. ഞാൻ എൻ്റെ മമ്മയും എൻ്റെ ഗ്രാൻഡ് ഫാദറും കുറെ കണ്ടിട്ടുണ്ട്. സോ ഞാൻ കുഞ്ഞിലെ തൊട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. പിന്നെ പോട്ടെ. സോ ഞാൻ ഒരു പ്രാവശ്യം പേടിയുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ജനുവിന് ഞാനിത് ബിലീവ് ചെയ്യുന്നത്. കാരണം ഒരു പ്രാവശ്യം ഞാൻ ബോംബെയിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോയപ്പം ആ വീട് തന്നെ ഇച്ചിരി വീടായിരുന്നു. എൻ്റെ അങ്കിൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അവിടെ ഞാൻ വൈകിട്ട് ഉറങ്ങുമായിരുന്നു. പണ്ട് എൻ്റെ കസിൻസ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ റൂമിൽ തന്നെ എന്താണ്ട് ഒരു ഇത് ലൈക്ക് എ ഷാഡോ യുനോ. സോ ഞാനാണെങ്കിൽ ഇല്ലേ എനിക്ക് പേടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. 13 വയസ്സായ ഞാനാണ്. എനിക്ക് പേടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ആ ബെഡിൽ പോയി ഉറങ്ങാനൊക്കെ പോയി. വൈകിട്ട് 3 മണിയൊക്കെ ആയപ്പം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങനത്തെ. Okay, so I was like watching Netflix. I was like, I don't care, whatever. It's India, you know. ഏതെല്ലാം എപ്പോഴും എല്ലാ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് I'm like, it's okay. Then I was looking around and I saw this thing, okay, like this black, what is it, a black shadow. ഇങ്ങനെ ഞാൻ ആദ്യം ഓർത്ത് മൈക്കിൾ ജാക്സന്റെ വല്ല ഷാഡോ. മൈക്കിൾ ജാക്സൺ അയ്യൊന്നും വന്നില്ല. ഞാൻ ഇൻഡോസ്റ്റേഴ്സ് ടൂഹരിയർ നഗറിലാണോ? So I was like obsessed. എനിക്ക് അന്ന് മൈക്കിൾ ജാക്സൺ ഏറെ ആയിരുന്നു. I was like watching all of his video. I was learning from him and everything. So I was like maybe Michael Jackson appeared in front of me, you know. പക്ഷെ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ എൻ്റെ അമ്മച്ചിനോട് ഇത് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ പിന്നെ അവർ പിന്നെ വീടൊക്കെ ഇറങ്ങാൻ മാറിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് അവിടെയാണെങ്കിൽ പണ്ട് ഒരു മനുഷ്യൻ ഒരു വൈഫിനെയും കൊച്ചുങ്ങളെയും കൊന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ. I don't know, it was just like for a minute actually. It was just for a minute and I was like maybe I'm just tripping because I'm like also thinking about Michael Jackson a lot and because it was like a big man, okay, full ഇങ്ങനെ കറുത്ത ഒരു ഷെയ്ഡ് പോലെയായിരുന്നു. എന്റെ ഇന്നത്തെ ഉറക്കം പോയി കിട്ടി. 3 o'clock or something. An experience like that. Yeah. So I genuinely believe it. That's why on the setilum I was like maybe some weird vibe might be there or not, but I didn't see it. ഞാൻ ഒന്നും കണ്ടൊന്നും ഇല്ല. പക്ഷേ I do believe in it for sure. Yeah. How about you, Merin? Do you believe in it? എന്തെങ്കിലും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, എക്സ്പീരിയൻസുകളൊന്നുമില്ല. പക്ഷെ ഐ ലൈക്ക് ടു ബിലീവ് ദാറ്റ് ഈ പറയുന്ന ഈവിൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സംതിങ് ഓപ്പോസിറ്റ്, ഗുഡ് ഓൾസോ, ഗുഡ് ആൻഡ് ബാഡ്. നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഉണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും കാണാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ ഐ ആം ഓൾസോ വെരി സ്കെയർഡ്. ഏതെങ്കിലും മൂവീസ് കണ്ടങ്ങനെ പേടിച്ചിട്ടുണ്ടോ? ഇപ്പം മലയാളത്തിൽ തന്നെ ഇപ്പം അപരിചിതരൊക്കെ കണ്ട് നല്ല പേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനത്തെ മൂവീസ് എന്തെങ്കിലും ഉണ്ടോ പേടിപ്പിച്ചിട്ടുള്ള? Actually, Manichitrathazham was really good. ഞാൻ കുഞ്ഞിലെ അത് ഫിലിം കണ്ടപ്പോൾ അത് എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴും ഇറങ്ങുന്നില്ല. ആ ക്രേസി ആയിട്ടുള്ള ഡാൻസും പിന്നെ that never leaves. Like it was just too good actually. ഓക്കെ, ഇവിടെ കഥ പറഞ്ഞപ്പോ പേടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പോവാനൊക്കെ തുടങ്ങി. പേടിയില്ല, honestly പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ പേടിന്ന് like I'm just scared of dark, sound. ഇതൊക്കെയാണ് എൻ്റെ ഒരു the definition of my scaredness is it's either the sound or darkness. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഇടൂലേ മൊത്തം, കാല് പുറത്തുണ്ടെങ്കിൽ പേടിയുണ്ടാവും. അങ്ങനെ പോലത്തെ പേടികളാണ്. ലൈക്ക് യുനോ അങ്ങനെ പോലെ സ്മോൾ സാധനങ്ങളാണ് എൻ്റെ പേടി. അങ്ങനെ പോയി പ്രേതം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. രാത്രിയിൽ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ കാലിൽ ഇപ്പൊ എന്തെങ്കിലും വന്ന് പിടിക്കൂ, ജനലടയ്ക്കുമ്പോ കയ്യിൽ. മനസ്സിലായി.
എനിക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് അതേ പേടിയാണ്. യെസ്, അതാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് പേടിയാണ്. പക്ഷെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വൈകിട്ട് ഇങ്ങനെ ഒരു 2 മണിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ വെള്ളം എടുക്കാൻ പോവുകയാണെങ്കിലും തിരിച്ച് വരുമ്പോഴേക്കും നമ്മളിങ്ങനെ ഓർക്കത്തില്ല, അയ്യോ വല്ല പുറകിൽ ആരെങ്കിലും ഉണ്ട് ഇരുട്ടാണെങ്കിൽ. സോ ദെൻ വി റൺ ഓൾസോ ഫാസ്റ്റ് നോ. സോ അത് ദാറ്റ്സ് ഓൾ യു ജസ്റ്റ് ഇറ്റ്സ് ഓൾസോ ഇൻ യുവർ ഹെഡ്. ഐ ഫീൽ യു ജസ്റ്റ് തിങ്കിങ് ഓൾ ഓഫ് ദാറ്റ് യു നോ. ഇത് പേടിച്ചിരിക്കും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ പേരൻസ് ആയിട്ട് നമ്മുടെ തലയിൽ കുത്തി നിറച്ച് തരുന്നതല്ലേ. എൻ്റെ അമ്മ എന്നോട് കുറെ, എൻ്റെ അങ്കിൾ എന്നെ ആക്ച്വലി കുഞ്ഞിലെ കുറെ പേടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രേതത്തിൻ്റെ പറ്റി ഇതിനെ പറ്റിയൊക്കെ. സോ അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ എപ്പോഴും ഓർക്കുന്നത് ഇതിനെ പറ്റിയൊക്കെ. പക്ഷെ വടക്കൻ ഒരു പ്രേത സിനിമയല്ല, അതും കൂടെ മനസ്സിലാക്കണം. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ മൂവി. ഹെൻസ് ദി കൺക്ലൂഷൻ. അപ്പോൾ എന്തായാലും വടക്കൻ സക്സസ്ഫുൾ ആയി തന്നെ തിയേറ്ററിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇനിയും ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തട്ടെ. ആൻഡ് സിനിമയ്ക്ക് നിങ്ങളുടെ ആക്ടിങ് കരിയറിനും എല്ലാവിധ സക്സസും നേരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. Hopefully I see you super soon. Thanks for having us here also. Yes, thank you so much. Opportunity കൊടുക്കുന്നതും it's a big deal, you know. I always respect everyone who calls me for an interview or calls me for anything. I'm very thankful to all of you, everyone. Thank you so much.